എന്ന് പറഞ്ഞാല് ഇതിവിടെ ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുന്ന ഈ ട്രെയിലർ ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഫ്രണ്ടിൽ നിന്ന് കല്യാണി ഇത് കാണുകയും കൂടെയാണ്, ഇതിലെ ചന്ദ്ര എന്ന ക്യാരക്ടർ ചെയ്യുകയും കൂടെയാണ്. അപ്പൊ അതും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മകള് സിനിമയിൽ അഭിനയിക്കും. ഒരു ദിവസം എന്നോടൊന്ന് ചോദിച്ചു, അച്ഛാ നാഗാർജുന ഇങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ? ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിന്നെ കൊണ്ട് കഴിയുമോ? അവരങ്ങനെയൊക്കെ പലതും പറയും, നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം. മോനപ്പം എന്ത് പറഞ്ഞു, ഒന്ന് ശ്രമിച്ചു നോക്കാൻ, നഷ്ടപ്പെടാമെന്നില്ലല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ വിറ്റെന്നു വെച്ചാൽ അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഈ ട്രയൽ കണ്ടപ്പോഴും എനിക്കതാണ് തോന്നിയത്. ഈ ആൻ്റണി എന്ന് പറഞ്ഞ പടം തൊട്ട് ആളുകൾ എടുത്തിട്ട് ചവിട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടു. എനിക്കൊരു മകളെന്നുള്ള രീതിയിൽ ഐ കനോട്ട് ഇമാജിൻ ദാറ്റ് ഷീ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. ബട്ട് അതാണല്ലോ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. സോ എനിവേ whatever has to happen as long as ഇപ്പം ഈ സിനിമ കാണുമ്പോൾ എനിക്ക് എന്താ പറയാനെന്ന് ചോദിച്ച വാക്കുള്ളൂ. മക്കളെ പോലുള്ളവർ എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെപ്പോലുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം. സോ ഐ ആം വിഷിംഗ്, ഞാൻ പ്രേയിങ് ഒരു ലോക ഹിറ്റാവട്ടെ. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബ്യൂട്ടിഫുൾ. വാക്കുകൾക്ക് അതീതമാണ്. ഫ്രണ്ടിൽ നിന്ന് കേൾക്കുമ്പോൾ നസ്ലിനാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. ഈ സത്യം പറഞ്ഞാൽ ഞാൻ വിഷ്ണു വിജയമൊക്കെ കാണുന്ന സമയത്ത് കമൽഹാസനെ പോലൊരു നടനെ കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര ഇന്നസെൻസും എന്നാൽ നല്ല കള്ളനാണെന്ന് നമുക്ക് മനസ്സിലാവും. കമൽഹാസൻ്റെ കൂടെ അതേ സാധനം രണ്ടാമത് ഇറങ്ങിയിരിക്കുകയാണ് നസ്ലിനായിട്ട്. ഒരു ചെറിയ കള്ളനുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ചാക്കോച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാമെങ്കിൽ മലയാളത്തിൽ കണ്ട ഏറ്റവും മികച്ച പ്രണയ സിനിമകളും ഗംഭീരമായിട്ടുള്ള സിനിമകളും ചെയ്തിട്ടുള്ള ആളാണ് പ്രിയൻ സാർ. ഈ കോംബോയിൽ ഒരു സിനിമ വന്നിട്ടില്ല ചാക്കോച്ചൻ. അല്ല, നടന്നിട്ടില്ല എന്ന് പറയുന്നതാണ് കറക്റ്റ്, വന്നിട്ടില്ല എന്ന് പറയുന്നതല്ല. ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഇന്നിപ്പം എന്നോട് ചോദിച്ചു 100 ചോദിച്ചില്ല, 98 ആയുള്ളൂ. 100 ആകുമോ എന്നിപ്പോഴും നിശ്ചയമില്ല. അത് കാരണം വെച്ചാൽ സിനിമകൾ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം തന്നെ ഡൊമിനിക് പറഞ്ഞാൽ 8 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല ഞാൻ. പുള്ളിക്കാരൻ്റെ പേഷ്യൻസിനെ ഞാൻ സമ്മതിച്ചെടുക്കുന്നു. നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങ് ജയിക്കോ തോക്കുമെന്നൊന്നും ആലോചിക്കില്ല. സിനിമ ചെയ്യുന്ന ഒരു ഹരമാണ് അങ്ങ് ചെയ്തു പോകുന്നു. അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. ഇപ്പോഴും ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട്. അത് ഒരു ഫിലിം മേക്കറിൻ്റെ ലൈഫിലുള്ള കാര്യമാണ്. അതുകൊണ്ട് സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ഭയപ്പെടേണ്ടതില്ല. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ചിലപ്പോൾ അത് തെറ്റായി പോകാം, ചിലപ്പോൾ അത് ശരിയായി വരാം. പക്ഷേ രണ്ടും സംഭവിക്കും സിനിമയിൽ. അതുകൊണ്ട് നമ്മുടെ സിനിമാ ജീവിതം മുമ്പോട്ട് പോകും. കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കരുത്, എനിക്ക് ഇങ്ങനെയൊക്കെ 2-3 സിനിമ എടുക്കാനുണ്ടായിരുന്നു, അതിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. സോ ഐ തിങ്ക് വി ഷുഡ് സേ ഫിലിം ഇസ് നമ്മുടെ എല്ലാഏറ്റവും വലിയൊരു പാഷനാണ്. ഓക്കെ, ആ പാഷനുള്ളവരാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത്. ആ പാഷൻ കീപ്പപ്പ് ചെയ്യുന്നിടത്തോളം കാലം വിൽ ഗോ ഫോർവേഡ്. ഇതുപോലെ ഉള്ള ആൾക്കാരെല്ലാം ആ പാഷനാണ്. ഫെയിലിയറൊന്നും അവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ദേ ആർ സ്റ്റിൽ ഗോയിങ് ഫോർവേഡ് ആൻഡ് പീപ്പിൾ ആർ സ്റ്റിൽ ലൈക്കിങ് ദം. സോ ഐ തിങ്ക് ലെറ്റ്സ് ഡു അവർ ജോബ്, ലെറ്റ് ദ റിസൾട്ട് കം. ദാറ്റ്സ് ഇറ്റ്. ആബ്സല്യൂട്ട്ലി ഇൻസ്പയറിംഗ് സർ. ശങ്കർ സാർ, ട്രെയിലർ വിശേഷങ്ങൾ പിന്നെ കണ്ടിട്ടുള്ള ഒരുപാട് സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷം ദ ലിവിങ് ലെജൻസ് ഇൻ ദ ഇന്ത്യൻ ഇൻഡസ്ട്രി, മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ലിവിങ് ലെജൻസിനോടൊപ്പം ഈ വേദിയെ പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ രാജേഷിൻ്റെ നാക്ക് പൊന്നാവട്ടെ പറയുന്ന പോലെ ഇതിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ. ലോകയുടെ ട്രെയിലർ ലോഞ്ചിന് വന്നപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു രസകരമായൊരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. വീട്ടിൽ നിന്ന് വന്നിട്ട് വേറൊരു വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതീതിയാണ് ഇവിടെ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് വാക്കിലൂടെ വന്നപ്പോൾ തോന്നുന്നത്. കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ, ലൈക്ക് സ്പൈഡർമാൻ, അയൺമാൻ, ഇതൊക്കെ വീട്ടിൽ എൻ്റെ ഓരോരോ ദിവസങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളിൽ മാറുമ്പോൾ, ഇവൻ പിന്നൽ മുരളിയാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതീതിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട്
ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിലെ ഒരുപാട് ആൾക്കാർ, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ പേഴ്സണാലിറ്റീസ് ആണെങ്കിലും എല്ലാവരും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹോം കമ്മിങ് അഗെയിൻ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടീസർ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക്, ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ. ആൻഡ് ബിഗ് കൺഗ്രാറ്റ്സ് ടു ഓൾ ദ ടീം. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൈൻഡ് ബ്ലോയിങ് ദ ട്രെയിലർ. അതേപോലെ തന്നെ പ്രിയട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം മലയാള സിനിമ നമുക്കെന്നറിയാം, ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോണ്ടന്റിന്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടീസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു ബെഞ്ച് മാർക്ക് മൂവിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ലെറ്റ് ഇറ്റ് ബി എ വിന്നർ. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻ്റയർ ടീം. പിന്നെ എടുത്തു പറയേണ്ടത്, ഇതിൽ അഭിനയിച്ച് ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെറിയൊരു വൈരാഗ്യമുണ്ട്. എളുപ്പത്തിന് തല ഒലിച്ചു. എൻ്റെ സിനിമകൾ കണ്ടിട്ട് കൂവിയ ഒരാൾ ഇവിടെയുണ്ട്, ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ അല്ല എൻ്റെ മുഖത്ത് നോക്കി കൈയടിക്കണമെന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട്, കൈയടിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട്? വിളിച്ചില്ല, വിളിച്ചോ? ഇല്ലല്ലോ, ഞാൻ ഏറ്റു അല്ലേ? താങ്ക് യു. നീ പോയി പണി നോക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പണി പോയാലും. താങ്ക് യു. അപ്പം എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും എൻ്റെ സുഹൃത്തുമായ സലീം കുമാർ. അപ്പോൾ അറിയാവുന്ന പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് തന്നെ 2 ഇടി കിട്ടുമെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. സോ എനിവേ താങ്ക് യു. സോ ഹാപ്പി ടു സീ. ഇത് വേറൊരു ഡിഫറെൻറ്റ് ഒരു അറ്റയറിലും ഒരു ഗെറ്റപ്പിലും ചന്തുവിനെ കാണാനായിട്ട് സഹായിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഉമ്മ. താങ്ക് യു. സോ ജോക്സ് അപ്പാർട്ട്, വേഫറർ ഫിലിംസ്, DQ, ആ പേര് നമുക്കറിയാം. ക്വാളിറ്റി മൂവീസ് അല്ലെങ്കിൽ നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സമ്മാനിക്കുന്ന ഒരു ബാനറാണ്, ഒരു പേരാണ്. സോ നമുക്കറിയാം ഒരുപാട് ചെറിയൊരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോയൊരു കാലഘട്ടം ഫാമിലിക്ക് ഉണ്ടായിട്ടും. ബട്ട് എവറിത്തിങ് ഇസ് ക്ലിയർ ആൻഡ് ഇറ്റ് വിൽ ബി എ ഡബിൾ ധമാക്ക. ഈ സിനിമയും അതേപോലെ തന്നെ മുമ്പോട്ടുള്ള അവരുടെ ജീവിതവും എല്ലാ രീതിയിലും. സോ വി ആർ ഓൾ വിത്ത് യു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു എൻ്റയർ ടീം. താങ്ക് യു സോ മച്ച് അക്രോജി. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. പ്രിയൻ സാർ ഒന്ന് ജോയിൻ ചെയ്യുന്ന സ്റ്റേജിൽ ഒരു പരിപാടിയാണ്, ഒരു ഫംഗ്ഷൻ. വന്നുകൊണ്ടിരിക്കുന്ന തലമുറയിലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ ഷാമിങ് ആയിട്ടുള്ള ഒരു ആക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു മൂവിയുടെ ലോഞ്ച് 2 ദിവസം മുമ്പ് നടന്നതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ വേഫെയറിൻ്റെ പുതിയ പടം, അതായത് DQ കൂടെ ഉള്ള വേഫെയറിൻ്റെ പുതിയ പടത്തിൽ അദ്ദേഹം ഒരു ഗംഭീരമായിട്ടൊരു ക്യാരക്ടറായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലൊക്കേഷനിൽ കാണുകയുണ്ടായിരുന്നു. Ladies and gentlemen, he's Game and Game is the movie name. Anthony Pepe, ഗംഭീര കൈയടി for the most promising. എല്ലാവർക്കും നമസ്കാരം. ട്രെയിലർ കണ്ടു, കിടിലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ പ്രിയൻ സാർ പറഞ്ഞാൽ ഈ ലോകം മൊത്തം കാണട്ടെ, ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറട്ടെ, എല്ലാ ഭാഷകളുടെയും അതിർത്തി ഭേദിച്ച് മുന്നേറട്ടെ. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്ത അതായത് നസ്ലിം ബ്രോയ്ക്കും കല്യാണിക്കും അതുപോലെ തന്നെ ഡൊമിനിക് ബ്രോ, ശാന്തി, പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒരു മലയാളത്തിൽ നിന്നുള്ള അടുത്തൊരു 300 കോടി 400 കോടി പടമായി മാറട്ടെ, കിടലാവട്ടെ. അയാം ഗെയിമിന്റെ സമയത്ത് DQ എന്തെങ്കിലും ലോകയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അയാം ഗെയിമിന്റെ സമയത്ത് DQ എന്തെങ്കിലും ലോക സിനിമയെ പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ പെപ്പയുടെ? അത് അയാം ഗെയിമിന്റെ ടെൻഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി മാത്രം സംസാരിക്കേണ്ടായിരുന്നു. So thank you, ഗംഭീര കൈയടി for Pepe for being here. Thank you so much. Thank you. രമേശ് പിഷാരടി, ഒരു ഗംഭീര കൈയടി സ്വാഗതം ചെയ്യാം ശ്രീ രമേശ് പിഷാരടി. എല്ലാവർക്കും വലിയ നമസ്കാരം. പലതവണ ആവർത്തിച്ചതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ എത്തിച്ച് അത്ഭുതപ്പെടുത്തിയ സംവിധായകൻ പ്രിയൻ സാർ, സാബുസുരേഷ് സാർ. ഞാനൊക്കെ അസൂയോടുകൂടി കലാലയ കാലത്ത് ചന്തു കൂവിയത് മാത്രമേ ചാക്കോച്ചൻ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആ കാലത്തൊക്കെ എല്ലാ പെൺപിള്ളേരുടെ ഓട്ടോഗ്രാഫ് ബുക്കിൻ്റെ കവറിലൊക്കെ ഈ ചാക്കോച്ചൻ്റെ പടമൊക്കെ കണ്ട് ഒരുപാട് അസൂയപ്പെടുകയും അങ്ങനെ പറ്റിയാൽ കറണ്ട് പോകുന്ന സമയത്ത് പോവുകയും അല്ലെങ്കിൽ നമ്മളെ പോവുകയും നിറയൊക്കെ ചെയ്തിട്ടുള്ള ചാക്കോച്ചൻ. പിന്നെ മുന്നിലൊരു സെറ്റ് ആർട്ടിസ്റ്റുകൾ ഇരിക്കുകയാണ്, പുതിയ തലമുറയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, നസ്ലിനും കല്യാണിയും ചന്തു ഉൾപ്പെടുന്ന എല്ലാവരും ഇരിക്കുകയാണ്.
സിനിമയുടെ ട്രെയിലർ കണ്ട് വലിയ അത്ഭുതത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ചാക്കോച്ചൻ പറഞ്ഞു അവിടെ ദുൽഖറാണ് സിനിമയുടെ നിർമ്മാണം. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളിൽ കോവിഡ് വന്നപ്പോഴല്ലാതെ ഒരു 50 ദിവസം മമ്മൂക്ക സിനിമയില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത കാലത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്രമ സമയത്ത് അദ്ദേഹം ഏറ്റവും കൗതുകത്തോടെ നോക്കിയിരുന്നത് ഈ ഒരു സിനിമയുടെ വളർച്ചയാണ്. ഈ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും എന്താണ് എങ്ങനെയായി എന്ന് വളരെ കൗതുകത്തോടെ ചോദിക്കുമായിരുന്നു. ഈ നമുക്കിടയിൽ നടക്കുന്ന ആളുകളെ പറ്റിയും നമ്മുടെ സ്വാഭാവികമായ കഥയൊക്കെ പറയാനൊക്കെ പറ്റും. ഇത്രയധികം വിഷ്വലുകൾ കുമിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ കാഴ്ച ഉണ്ടാക്കുക, എങ്ങനെയാണ് ഒരു പുതിയ കഥ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവരും തലവന്നെ ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ശൂന്യതയിൽ നിന്നും തീർത്തും പുതിയൊരു കഥാപരിസരം ഒക്കെ ഉണ്ടാക്കിയ സംവിധായകൻ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക. നേരത്തെ ഇതിൻ്റെ ക്രൂവിനെ പറ്റി സംസാരിച്ചല്ലോ. ഒരു സാധാരണ കഥ പറയുന്ന പോലെ അല്ലല്ലോ. ഒരാൾ മനസ്സിൽ കാണുന്ന കഥ ഇങ്ങനത്തെ ഒരു ലോകത്ത് നടക്കുന്ന കഥയെ പറയുന്നതൊക്കെ വലിയ ശ്രമകരമായ ജോലിയാണ്. അങ്ങനെ എല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് ഈ ട്രെയിലർ എത്തുന്ന അവസരം വരെ ഇതെത്തിയിരിക്കുന്നു. ഒരുപാട് പേരുടെ വലിയ അധ്വാനം ഈ ചിത്രത്തിന് പുറകിലുണ്ട്. അവരുടെ എല്ലാ അധ്വാനം ഏറ്റവും ഗംഭീരമായി ഫലം കാണട്ടെ, ഏറ്റവും സൂപ്പർ ഹിറ്റായി ഈ ചിത്രം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ പ്രിയൻ സാർ പറഞ്ഞു കല്യാണി അഭിനയിക്കുന്നത് വലിയ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കൂട്ടി വായിക്കുന്നു. ഇത് ചന്ദ്ര എന്ന് കല്യാണി കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ചന്ദ്രലേഖ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ ചന്ദ്രയുടെ ലോകം അതിൻ്റെ ഒരു ലോഞ്ചാണ് വന്നിരിക്കുന്നത്. അവിടെ ഈ വലിയ ആളുകളോടൊപ്പം വരാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എൻറ്റയർ ടീം. Thank you so much, Vishal. He's our special guest. മലയാള സിനിമയിൽ, തമിഴ് സിനിമയിലും തെന്നിന്ത്യൻ സിനിമയിലുമൊക്കെ ഒട്ടുമിക്ക ഡാൻസ് കൊറിയോഗ്രാഫീസും പല നമ്മളൊക്കെ ചെയ്യുന്ന ഹുക്ക് സ്റ്റെപ്സും അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം ഒരു ഗംഭീര ആക്ടറാണ് എന്ന് നിങ്ങൾ കാണാൻ പോകുന്ന സിനിമ കൂടിയായിരിക്കും ലോക എന്നതിൽ സംശയമില്ല. മലയാളം അദ്ദേഹത്തിന് മനസ്സിലാവോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. മനസ്സിലാവും. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് വൺ ആൻഡ് ഓൺലി സാൻഡി മാസ്റ്റർ. I request everyone to give a huge round of applause to an extremely talented choreographer, actor, Sandy Master. Hi. Sandy Master, welcome. കൊച്ചിയിലേക്ക്, കേരളത്തിലേക്ക് സ്വാഗതം. മലയാളം തരികയില്ല കുറച്ച്. സോ ലിയോ ഉൾപ്പെടെ എത്രയോ സിനിമകളിൽ നമ്മൾ പെർഫോമൻസും ഡാൻസ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ക്യാരക്ടറായിട്ട് ലോകയിൽ നിൽക്കുകയാണ്. ഈ ലോകത്തിൽ സാൻഡി മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ എന്താണ്? Good character. Good character. Because director told no spoiler. ഓക്കെ, ഇത് മറ്റെന്തായാലും Good character. All good character. Your friends good character. Chandra good character. Nasim good character. Nimisha also good character. Dominic also good character. So good character. But first I tell you thanks to the Lokesh Kanagara sir because அவர்னால தான் வந்துட்டு நான் ஃபஸ்ட்டு ஆக்டராக என்னை வந்து பப்ளிஷிங் பண்ணது லியோவில் தான். ஸோ ஹாப்பி. அதுதான் பார்த்துட்டு தான் வந்துட்டு டோமினிக் வந்துட்டு ஃபிக்ஸ் பண்ணு கரெக்டாக லியோ பார்த்துட்டு தான் வந்துட்டு இதை சூஸ் பண்ணுது. பட் எந்த தைரியத்தில் என்னை போலீஸாக ஆகுன்னு எனக்கு தெரியல. என்னை பார்த்து போலீஸ் பட் ஃபஸ்ட்டு கொஞ்சம் என்ன கெஸ் பண்ண முடியல போலீஸ் நம்மளுக்கு எப்படி சூட் ஆகுன்ட்டு. பட் நிமிஷ் கட்டிட்டார். எப்படி இருந்தது இவங்களுക്കൊപ്പമേ വർക്ക് பண்ணும்போது? நல்லா இருந்தது. എല്ലാം ക്ലോസ് ആൻസേഴ്സ് ആണ്. വളരെ വ്യക്തമായിട്ട് ഡോമോടെ പറഞ്ഞു. ട്രെയിനിങ് ഫുൾ ട്രെയിനിങ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ രസകരമാകാനായിട്ട് ഞങ്ങൾക്ക് ബാക്കി ആർട്ടിസ്റ്റ് എല്ലാവരും ഞാൻ രീതിയിലേക്ക് വിളിക്കുകയാണ്. ചന്തു സംസാരിക്കും. ഇതിൽ ചന്തു ചെയ്യുന്ന നല്ലവനായ ആ കഥാപാത്രത്തെ പറ്റി സംസാരിക്കാൻ പറ്റുന്നില്ല. രണ്ട് കാര്യമായിരുന്നു ടെൻഷൻ. ഒന്ന് ചാക്കോച്ചന്റെ പിന്നെ ഇവിടെ ഏതെന്റെ ഫോട്ടോ ചെയ്തിടോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം എല്ലാവരുടെയും ഫോട്ടോ ഞാൻ പ്രതീക്ഷിച്ചല്ലേ ആ ജുബിന്റെ ഫോട്ടോ ഇട്ടതുവരെ ഭയങ്കര സന്തോഷം തോന്നുന്നു നിൽക്കാൻ പറ്റിയതിൽ. ഡൊമിനിക്കേടാ ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കിപ്പോഴേ. കാരണം ഡൊമിനിക്കേടാ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ലോക സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടും കുറച്ച് ഭാഗങ്ങളുണ്ടാവും. അതും കണ്ടിട്ട് വേണം തിയേറ്ററിൽ നിന്ന് എല്ലാവരും ഇറങ്ങാൻ. അതൊരു ഗംഭീര ഇൻഫർമേഷൻ ആണ്, കിടൽ ഇൻഫർമേഷൻ ആയിരുന്നു. ഡോട്ട് ദ പോയിന്റ്. അതുകൊണ്ടല്ല
ഇത് ഞാനാണല്ലോ അപ്പൊ അത് അനൗൺസ് ചെയ്തതല്ലേ, ഇനി അടുത്ത വാർത്തയൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ. താങ്ക് യു തൊപ്പിക്കട്ടാ. എല്ലാവരോടും നന്ദി. നിമിഷിനോടും ശാന്തി ബി, നസ്ലൻ, കല്യാണി, സാൻഡി മാസ്റ്റർ, പിന്നെ എൻ്റെ ഫേവറേറ്റ് കോ ആക്ടർ അരുൺ കുര്യൻ. ഞങ്ങൾ രണ്ടാമത്തെ സിനിമയാണത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞങ്ങൾ എൻ്റെ റൂമിൽ നിന്ന് പോയിട്ടില്ല. മഞ്ഞുമലൊരു 100 ദിവസം ഷൂട്ട് ചെയ്തു, ഇപ്പോഴൊരു 100 ദിവസം ഷൂട്ട് ചെയ്തു. എപ്പോഴും സ്ഥിരം കൂടി ഉണ്ടാവുന്ന ആളാണ്. എല്ലാവരും കൂടെ സംസാരിച്ച എല്ലാവരും. പിന്നെ എന്നെ കാസ്റ്റ് ചെയ്ത് വിവേകാനന്ദ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഒരു തിയേറ്ററിൽ ഞാൻ സിനിമ കാണാൻ പോയപ്പോൾ പുള്ളിനൊന്ന് കൈ കാണിച്ചെന്ന് പറഞ്ഞാണ് പുള്ളി ഇപ്പഴത്തെ കാസ്റ്റ് ചെയ്ത് തന്നെ. എല്ലാവരും ഇനി തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഇയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൈ കാണിക്കാം, നിങ്ങൾ ഈ പടത്തിലൊക്കെ കാസ്റ്റ് ചെയ്യായിരിക്കും. അല്ല, ഇടയ്ക്ക് ചന്ദ്രു പറയുകയുണ്ടായി, ലൈക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂസിലൂടെ പറയുകയുണ്ടായി, എനിക്ക് ആദ്യമായിട്ട് കുറച്ച് നല്ല ലുക്സും ഇവനൊരു ക്രെഡിറ്റ് കാർഡും പേഴ്സും ഒക്കെ തന്ന എന്നെ വേറൊരു ഗെറ്റബിലോട്ട് ആക്കിയ ഒരു സിനിമ കൂടിയാണിത്. അത് എനിക്ക് മാത്രമല്ല, നസ്ലിനൊക്കെ. ഇവനല്ലെങ്കിൽ നമുക്കൊരു ഷർട്ട് ഉണ്ടാവും, ഒരു പാൻറ് ഉണ്ടാവും. ഇത് തന്നെ ആയിരിക്കും സിനിമ ഫുള്ള്. അങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സാധാരണ ഒരു പൈസ പോലും ഇല്ലാത്ത അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, ക്രെഡിറ്റ് കാർഡ്, ഹുഡി, കുറെ സംഭവങ്ങൾ. ഇത് ക്രെഡിറ്റ് കാർഡ് കൈ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അടിപൊളി അടിപൊളി. ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരാളെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ്ട്രീംലി ടാലന്റ് അരുൺ കുര്യൻ. ഹായ്, ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം ഇവിടെ ട്രെയിലറൊക്കെ ഞങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ കാണിച്ചത് എല്ലാവരോടും താങ്ക് യു. ഡാബുജൻ സർ, എല്ലാവരും കണ്ടതിൽ ഒത്തിരി സന്തോഷം. പടം കാണുക, ജസ്റ്റ് നെർവസ് ആണ്. എന്തായാലും ഈ ഒരു ജേർണി 2021 തുടങ്ങിയതാണ്. അപ്പം ഇവിടം വരെ എത്തി. അപ്പം ഐ ഹോപ്പ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. നിങ്ങളൊരു ഫാമിലി പോലെയാണ് ഈ സിനിമ ചെയ്തത്. അപ്പം ഭയങ്കര സ്പെഷ്യലാണ് ഈ പ്രൊജക്റ്റ്. അപ്പം ഐ റിയലി ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിൽ പടം കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ് ദ വൺ ആൻഡ് ഓൺലി ഷഹർ സഭ. ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കി അരുൺ ഡൊമിനിക്കിൻ്റെ തരംഗത്തിലൂടെയാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയിലെ ഒരു ക്യാരക്ടർ റോള്. ഞാൻ ആളുടെ ഫസ്റ്റ് സിനിമ തന്നെയായിരുന്നു എൻ്റെ ക്യാരക്ടർ റോള് ചെയ്യുന്ന സിനിമയിൽ ക്യാരക്ടർ റോളെന്ന് ഫസ്റ്റ്. ആളുടെ 2ാമത്തെ പടത്തിലും എനിക്കൊരു ക്യാരക്ടർ തന്നതിൽ ഞാൻ വളരെ സന്തോഷമാണ്. പിന്നെ ചാക്കോച്ചൻ നമ്മൾ ക്യാരക്ടർ റോൾ ചെയ്യുന്നതിന് മുൻപ് സീനിയേഴ്സ് എന്ന് പറഞ്ഞ പടത്തിൽ ഫസ്റ്റിലത്തെ ഡ്രാമയില്ലേ ചേച്ചാ, അതിലൊരു മാസ്കിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു. ഷാരടിച്ചേട്ടൻ നമ്മൾ ഏഷ്യനെറ്റ് പ്ലസ്സിൽ ഒരു റിയാലിറ്റി ഷോ, അതിൻ്റെ ഓഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിൽ ഇപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് കേൾക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവരൊക്കെയായിട്ട് അഭിനയിച്ചപ്പോൾ ഉള്ള എന്തെങ്കിലും രസകരമായ ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ട്? ആർക്കെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? അല്ലാതെ മതി. സിനിമയായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. ഞങ്ങൾ കൂടുതൽ കല്യാണി ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. കൂടുതലെന്ന് പറയുന്നത് പിന്നെ സാൻഡി മാസ്റ്ററുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. രസകരം എന്ന് പറയാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലൊന്നും വരുന്നില്ല. എങ്ങനെയായിരുന്നു ഡൊമിനിക്? എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരുടെയും കമ്മ്യൂണിറ്റി, എല്ലാവർക്കും ഫുൾ സിനിമയുടെ കഥ അറിയാം? അതും ഇനി കുറച്ച് പേർക്ക് അറിയാം. സാൻഡി മാസ്റ്റർ உங்களுக்கு ഫുൾ സിനിമ കഥ தெரியுமா? உங்களுக்கு പുറ தெரியுமா? உங்களுக்கு தெரியுமா? അറിയാമോ? ഇല്ല ഇല്ല ഇല്ല. എല്ലാവർക്കും അവരുടെ പാർട്സ് മാത്രമാണ് ഏകദേശം സിനിമ അറിയാം. ഇത്രയുള്ളൂ. ഇപ്പോഴും സിനിമ അറിയില്ല ഫുള്ളായിട്ടല്ലേ? ഇല്ല, അറിയില്ല. പടം കാണുമ്പോൾ അറിയാം. നസ്ലിൻ, 28-ാം തീയതി ഈ സിനിമ നിങ്ങളെല്ലാവരും വർക്ക് ചെയ്ത് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് വരികയാണ്. വെയ്ഫെയർ ആണ് എത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ലൈക്ക് മീൻ ഓണത്തിന് ഇറങ്ങുന്ന പടമാണ്. കല്യാണി വെച്ച് നോക്കുമ്പോൾ 2 സിനിമകളുണ്ട്. ഓക്കെ, അപ്പോൾ നസ്ലിൻ എന്താണ് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? ഒത്തിരി പ്രതീക്ഷയുണ്ട്. പിന്നെ അതുപോലെ എല്ലാം നമുക്കറിയുന്ന ആൾക്കാരുടെ സിനിമകളാണ് കൂടുള്ളതല്ല. ലാലേട്ടൻ്റെ സിനിമ ഉണ്ട്, അതിൽ തന്നെ സംഗീത് കൂടെ ലാലേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽതാഫ് ഖാൻ, കല്യാണി, ഫാദ്, ഓടുംകുതിര, എല്ലാ സിനിമയ്ക്കും ആളുകൾ കയറണം. ഞങ്ങളുടെ പടത്തിനൊരു പ്രത്യേക പരിഗണന ആദ്യം നൽകി
എല്ലാ സിനിമയും എല്ലാവരും കാണണം എന്നാണ് പ്രതീക്ഷ. എന്തായാലും ഓണത്തിന് കുടുംബസമേതം പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും, തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്ന ഒരു സിനിമയായിരിക്കും, ആരെയും നിരാശപ്പെടുത്താത്തൊരു സിനിമ തന്നെയായിരിക്കും. പുതിയൊരു അറ്റംപ്റ്റാണ്. അതിനുള്ള എന്തായാലും കണ്ടു നോക്കിയിട്ട് അറിയിക്കുക അഭിപ്രായം. കല്യാണി, 2 സിനിമകൾ ഒരു സമയത്തൊക്കെ നമ്മൾ പണ്ട് പണിയുന്നുണ്ട്. പ്രിയ സാറിൻ്റെയൊക്കെ 2-3 സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കല്യാണിയുടെ 2 സിനിമകൾ വരുന്നു. രണ്ടും വേറെ വേറെ ടൈപ്പ് സിനിമകളാണ്. എല്ലാവർക്കും രണ്ടും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ബട്ട് ഓരോ സിനിമയും അതിൻ്റെ ഒരു ഓഡിയൻസിനെ കണ്ടെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഈ 2 സിനിമകൾ മാത്രമല്ല, ഓണത്തിന് ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും വിജയം നേടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. സ്നേഹവും. Just wish everyone all the things, all the best. And Sanjay, Good job, sir. Sorry, நீங்கள் போயிட்டீங்கன்னு நினச்சேன், திருப்பி ஸோ ஹாப்பி டு see you, sir. அண்டு ஆக்சுவலாக இந்த படத்தில் என்னென்னா டோமிக் ஃபார் யூ. ஆக்சுவலாக இந்த படம் ரிலீஸுக்கு அப்புறம் எனக்கு தெரிஞ்சு தமிழில் பெரிய பெரிய ஹீரோஸ் வந்து உங்களுக்கு கால் பண்ணுவாங்க கண்டிப்பாக. பிகாஸ் எங்களுக்கும் வந்து படம் பண்ணுங்கன்னு சொல்லிட்டு எப்படி வந்து நகாஷுக்கு கால் வந்ததோ அதே மாதிரி உங்களுக்கும் கால் வரும். பிகாஸ் ஆல்மோஸ்ட் நகாஸ்க்கு வந்து எல்லா ஹீரோஸும் அவர் கால் பண்ணி கேட்டிருக்காங்க ஸ்கிரிப்ட்டு. ஐநோ அதே மாதிரி உங்களுக்கும் இந்த மூவிக்கு அப்புறம் வரும். பிகாஸ் அவ்வளோ விஷுவல் சூப்பராக இருக்குது. நான் டெக்னீஷியனாக நான் சொல்கிறேன், ஆஸ் எ டெக்னீஷியனாக இட்ஸ் எக்ஸ்ட்ரானரி. அது நிமிஷ் கலைஞர், யூ ஆர் எக்ஸ்ட்ரானரி. நோ கால்ஸ் அது சாரி. ஆக்சுவலாக கல்யாணி அவங்க சொல்லி ஆகணும். பிகாஸ் இந்த மூவியில் பாதி நேரம் அவங்க வந்து ஆர்னஸ்லேயே இருந்திருப்பாங்க. ஐ திங்க் பாவம் ரொம்ப கஷ்டப்பட்டாங்க. பட் செம்ம ஹார்ட் ஒர்க் பண்ணாங்க. ஃபைட்டெல்லாம் நான் பார்க்குறப்ப தெரிஞ்சு ரொம்ப ஹார்ட் ஒர்க் பண்ணிங்க. சான்ஸே இல்லை. அது மற்ற யாராக தான் விட்டுருப்பாங்க, இன்னும் என்னால் முடியலன்னு சொல்லிட்டு. இருந்தாலும் வந்து ரொம்ப அது வந்து யாருமே டூப்பே இல்லை. இவங்க தான் ரியலாக எல்லாமே பண்ணுது. பட் சூப்பர். இல்லை இவங்க தான் ரியலாக, இவங்க தான் வந்து டூப்பெல்லாம் யாருமே இல்லை. கல்யாணி தான் அந்த ஷார்ட் எல்லாமே அவங்களே தான் பண்ணாங்க. சூப்பர். And Sanjay, next time எப்போ உங்களை ஒரு த்ரூ அவுட் ஒரு டான்ஸராக பார்க்க போகிறேன். டான்ஸராக பார்க்க போகிற ஏதாவது ஒரு ஃபிலிம் எனிதிங் இஸ் ஹேப்பனிங். தமிழில் நான் பண்ணுறேன் நிறைய. தமிழ் ஆஸ் அ டெக்னீஷியனாக கொரியோகிராஃபர்ஸாக நிறைய இருக்குது. இப்போ லாஸ்ட் இஸ்கேம் வந்து கூலி, தென் ஆஃப்டர் நிறைய மூவி அங்கேயும் இருக்குது, எல்லா லாங்குவேஜ்லேயும் இருக்குது. கொரியோகிராஃபராக இருக்குது, பட் ஆக்டராகவும் அங்கே நிறைய இருக்குது தமிழில். ஸோ வரும்போது லைக் இண்டஸ்ட்ரியில் வரும்போது உங்களுக்கு ஃபஸ்ட்டு ப்ரிஃபரன்ஸ் ஆக்டராக தானா இல்லை கொரியோகிராஃபர் மை இஸ் எ ப்ரொஃபஷனல் கொரியோகிராஃபர். சம் மூவி பண்ணேன், பட் ஓகே. பட் எனக்கு மோஸ்ட்லி இன்ட்ரெஸ்ட் கொரியோகிராஃபர். பட் ஆக்டர் லோகேஷ் கண்ணாசை அவர் தான் வந்து சூஸ் பண்ணி இல்லை நீ ஆக்ட் பண்ண சொல்லி தான் அதில் சூஸ் பண்ணது. அதுக்கப்புறம் நிறைய இப்போ நெக்ஸ்ட்டு ரஞ்சித் சார் ப்ரொடக்ஷனில் வந்துட்டு லீடாக வாங்கி போய் சொல்லுவாங்க.